വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. ഇന്ന് നമുക്ക് ഇവനെയാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നാട്ടിൽ ലോക്ക്ഡൌൺ ഒക്കെ ഏകദേശം ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് സേഫ് ആയിട്ടും നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക, സാമൂഹിക അകലം പാലിക്കുക. അതോടുകൂടി തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് പുറത്തിറങ്ങി പണിയെടുത്താലല്ലേ പറ്റുള്ളൂ. അക്കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താ വെച്ചാൽ ക്രാബ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. ക്രാബിന്റെ 2-3 വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് നന്നാക്കുന്ന വിധവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ കൂടിയും ഇന്ന് നമ്മൾ ക്രാബ് വെച്ച് ഒരു തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റോസ്റ്റ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. നമുക്ക് നേരെ തന്നെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചു. പിന്നെ നമ്മളിവിടെ 1 കിലോ അളവിലാണ് ഞണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. സാധാ ഞണ്ടാട്ടോ, വലിയ ഞണ്ടൊന്നുമല്ല, എന്നാലും ഇടത്തരം ഞണ്ടാണ്. ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാലുകളെല്ലാം വേർതിരിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വിധം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അറിയില്ലാത്തവരാണെങ്കിൽ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാള പാടില്ല, പച്ചമുളക്, ഇഞ്ചി ഇത്രയുള്ളൊരു കഷ്ണം, വെളുത്തുള്ളി, 2 തണ്ട് കരിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. തേങ്ങാപ്പാൽ നമുക്ക് ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ട്. മറ്റധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേരുന്നില്ല. ആകെ കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ചേർത്ത ഒരു റോസ്റ്റ് പോലെയുള്ളൊരു സംഭവമാണ് ഞണ്ടിൻ്റെ നമ്മളിന്ന് ചെയ്യുന്ന ഒരു വിഭവം. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പുതിയ പാത്രത്തിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാത്രം. കണ്ടാ, നല്ല നീല കളറൊക്കെ ആയിട്ട്, റോയൽ ബ്ലൂ കളറൊക്കെ ആയിട്ടുള്ളൊരു പാത്രം ഇവിടെ ലുലുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ചെറു ചൂടുള്ള കുറച്ച് വെള്ളം, ഒരു കപ്പ് അളവിൽ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ, തേങ്ങാപ്പാലാണെങ്കിൽ അങ്ങനെ കേട്ടോ, ഡയറക്റ്റ് നമ്മൾ പച്ച തേങ്ങ പിഴിഞ്ഞിട്ട് എടുക്കുന്ന തേങ്ങാപ്പാലാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത പക്ഷം ഇതുപോലെ ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഈ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ചെറു ചൂടിലായിരിക്കണം കേട്ടോ. പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം നമുക്ക് നല്ല ചൂട് വെക്കാം, ഫ്ലെയിം കൂട്ടി വെക്കാം. അതിനുശേഷം ഉടനെ തന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ചെറു തീയിൽ കിടന്നിട്ടാണ് നമ്മുടെ ഞണ്ട് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഞണ്ട് വേവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാല് കണ്ടോ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നിറച്ച് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതിനധികം എരിവൊന്നുമില്ല, കുരുമുളക് പൊടിയുടെ എരിവാണ് നമുക്ക് വേണ്ടത്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ ആവി വരുന്നത്, ഈ ആവിയിൽ കിടന്നിട്ട് വേണം നമുക്ക് ഞണ്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറുകി വരും കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്ന നോക്കണ്ട, കുറുകി വരും. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നല്ല ഒരു റിച്ച് കറിയാണിത്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടാന്ന് പണ്ടുള്ളവർ പറയും. വളരെ ശരിയാട്ടോ. ഞണ്ട് എങ്ങനെ വെച്ചാലും, റോസ്റ്റ് ചെയ്താലും ഫ്രൈ ചെയ്താലും കറിയായിട്ട് വെച്ചാലും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് പാല് ചേർത്തുള്ള ഒരു റോസ്റ്റ്, ചെറിയൊരു റോസ്റ്റ് പോലത്തെ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേലും നമ്മുടെ ഞണ്ട് ഇവിടെ എല്ലാം തേങ്ങാപ്പാലിൽ മിക്സായി കിടക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിക്കേണ്ടതുണ്ട് ചെറു തീയിലിട്ട്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം.
നമ്മളിപ്പോൾ ഞണ്ട് വേവിക്കാൻ വെച്ചു. ഞണ്ട് വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് തന്നെ എടുക്കണം, മിക്സിയിലിട്ട് അരച്ചൊന്നും എടുക്കരുത്. നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാബൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് നോക്കട്ടെ. കണ്ടോ, ചെറു തീയിൽ കിടന്നിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. കണ്ടോ, അതിൻ്റെ ഒരു കറക്റ്റായ റെഡിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് നന്നായി വെന്ത് വരണം. എന്നാൽ അതിന് ഇതിൻ്റെ ഒരു നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലഷൊക്കെ നന്നായിട്ട് നമുക്ക് ചവച്ച് കഴിക്കാനായിട്ട് പറ്റുക. കുറച്ച് നേരം കൂടി വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഞണ്ട് ശരിക്കും വെന്ത് വന്ന ശേഷമാണ് നമ്മളിത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയി. ഇനി നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഞണ്ട് നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഞണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പം നമ്മൾ വെന്ത ഞണ്ട് ഭാഗമെല്ലാം മാറ്റി അതിനുശേഷം സെയിം പാത്രത്തിൽ തന്നെ പാത്രം ചൂടാക്കാൻ വെച്ചു. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണേ, ഓയിലൊന്നും ഉപയോഗിച്ചേക്കരുത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുള്ളി, പച്ചമുളക് ഇത്രയാണ് നമ്മൾ ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ പാകത്തിന് മാത്രം. ഞണ്ട് വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കിത് വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴങ്ങി കിട്ടണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. ഇവിടെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടിയൊന്നും നമ്മളിത് ചേർക്കില്ല. കാരണം ഈ കറിയുടെ കളറ് തന്നെ ഒരു യെല്ലോയിഷ് കളറാണ്. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ വഴങ്ങി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പാകത്തിന് തന്നെ കിട്ടണം കേട്ടോ. ചതച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ നല്ല പോലെ മുരിഞ്ഞ് തന്നെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഞണ്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയോട് കൂടിയാണല്ലോ, തേങ്ങാപ്പാലിൻ്റെ ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്നത്. ഗ്രേവിയൊക്കെ ശരിക്കും പറ്റിയിട്ടുണ്ട്. ആദ്യം ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് നമുക്കിത് നല്ലപോലെ മിക്സായി ഒന്ന് വെന്ത് വരേണ്ടത്. കുഴഞ്ഞ രൂപത്തിൽ കിട്ടണം നമുക്കത്. കണ്ടോ, ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ ചേർക്കാം. നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് കറിയാണ് കേട്ടോ ഇത്. ചപ്പാത്തിക്കും കഴിക്കാം. സാധാരണഗതിയിൽ ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ്, ഞണ്ട് ഫ്രൈ ഒക്കെ ചോറിനാണ് സാധാരണ കൂട്ടാറ്. പക്ഷേ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ
ഒരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞണ്ടിൻ്റെ റെസിപ്പീസ് 2-3 ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറു തീയിൽ അടച്ചു വെച്ച് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞണ്ട് ഓൾറെഡി വെന്തിട്ടുണ്ട്, എന്നാൽ കൂടി മസാല ഒന്ന് ചേർന്ന് പിടിക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മസാലയെല്ലാം മിക്സ് ചെയ്ത് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കരിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ. പിന്നെ മാംസത്തിലേക്കൊക്കെ ഈ മസാല അങ്ങ് ഇറങ്ങട്ടെ. ഇത്രയും മതിയാവും. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. മസാലയെല്ലാം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എപ്പോഴും ഇത്തരം കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 2-3 മണിക്കൂർ നമുക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. അതിനുശേഷമേ കറി ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യണേ. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ ചേർത്ത ഞണ്ട് റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രാബ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും തരാൻ മറക്കരുത്. പിന്നെ കമന്റിൽ നിങ്ങൾ എന്നോട് ഇന്ററാക്ട് ചെയ്യുന്നത് വളരെയധികം സന്തോഷം തരുന്നുണ്ട്. ഓരോ അഭിപ്രായങ്ങൾ പറയുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമാണ്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലിൽ വീണ്ടും വീണ്ടും പുതിയ വിഭവങ്ങളായിട്ട് വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ആഹ്ലാദകരമായ ഘടകം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഈ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പോസിറ്റീവ്, നമുക്ക് എല്ലാം നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളെല്ലാവരും നല്ലവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ. വീണ്ടും നാളെ നല്ലൊരു വിഭവമായിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ. താങ്ക് യു വെരി മച്ച്.